Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴം നാരങ്ങയും കൂടെ ഉള്ള ഒരു അച്ചാറാണ്. എരിവും മധുരവും പുളിയൊക്കെ ആയിട്ട് നല്ലൊരു അച്ചാറാണ്. ബിരിയാണിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 10 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു 5 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇഞ്ചും വെളുത്തുള്ളും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. ഫ്ലെയിം കുറച്ചിടാം, നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പൊടിയൊക്കെ ഒന്ന് പച്ച ടേസ്റ്റ് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഒരു 10 ഈത്തപ്പഴമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് സുർക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോൾ നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ നേരത്തെ ഉപ്പിലിട്ട് വെച്ച നാരങ്ങയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അച്ചാർ. അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്